എല്ലാവർക്കും നമസ്കാരം. +2 അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പാർട്ട് ബി ആയ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ നിന്നും വിദ്യാർത്ഥികൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഭാഗങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് എക്സാമിന് ജയിക്കേണ്ട തിയറികൾ ഏതൊക്കെയാണോ അത് മാത്രമേ പറയുന്നുള്ളൂ. ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് പറയുന്നില്ല. നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഏതാണോ അത് മാത്രമേ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. വിദ്യാർത്ഥികൾ ഇത്രയും ഭാഗങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ചാപ്റ്റർ 1 ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. ഈ ചാപ്റ്ററിൽ നിന്ന് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൻ്റെ മീനിങ് 2 മാർക്കിന് പഠിച്ചു വയ്ക്കണം. ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് അക്കൗണ്ടിംഗ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ. It receives the transaction as its inputs and process it as per the accounting rules and generate various types of reports as we require. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് കമ്പ്യൂട്ടർ മുഖേന അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ മുഖേന ചെയ്യുന്നതിനെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസ് അതാണ് ഇൻപുട്സ്. അത് പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് എന്താണോ റിപ്പോർട്ടായിട്ട് ഔട്ട്പുട്ടായിട്ട് വേണ്ടത് അത് നൽകുക എന്നുള്ളതാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് സിമ്പിൾ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ആണ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻസെയും എല്ലാ ബിസിനസ് ഓപ്പറേഷൻസിനെ, അതായത് സെയിൽസ്, ഫിനാൻസ്, പർച്ചേസ്, ഇതെല്ലാം സിമ്പിളാക്കി മാറ്റുന്നു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ട് മുഖേന. വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആക്യുറേറ്റ് അപ് ടു ഡേറ്റ് ബിസിനസ് ഇൻഫോർമേഷൻ ഈസ് അവൈലബിൾ അറ്റ് ദി ഫിംഗർ ടിപ്സ്. അതായത് നമുക്ക് ഞൊടിയിടയിൽ നമുക്ക് വേണ്ട ട്രാൻസാക്ഷൻസ് കിട്ടുക എന്നുള്ളതാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് മുഖേന സാധിക്കുന്നത്. അത് കറക്റ്റായിരിക്കും, ആക്യുറേറ്റ് ആയിരിക്കും, അപ് ടു ഡേറ്റ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്ന ഡാറ്റാസ്. രണ്ടാമത്തെ, ആക്യുറസി ആൻഡ് സ്പീഡ്. With the help of computerized accounting, a large volume of data can be processed and reports can be generated with a high speed and accuracy. പണ്ട് കാലത്ത് ട്രാൻസാക്ഷൻസ് എല്ലാം ബുക്ക് കീപ്പിംഗ് മുഖേനയാണ് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നത്. എന്നാൽ കമ്പ്യൂട്ടർ വന്നതോടുകൂടി നമുക്കൊരു ലാർജ് വോളിയം ഓഫ് ഡാറ്റ തന്നെ നമുക്ക് നല്ല സ്പീഡിൽ നമുക്ക് അതിൻ്റെ റിപ്പോർട്ടുകൾ ആക്യുറേറ്റായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. വളരെ എളുപ്പത്തിൽ കറക്റ്റായിട്ട് നല്ല സ്പീഡിൽ നമുക്ക് ഡാറ്റാസ് ലഭിക്കും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് മുഖേന. മൂന്നാമത്തെ, സ്കാലബിലിറ്റി, അതായത് ഫ്ലെക്സിബിലിറ്റി. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം enables to process any volume of data in tune with the changes in the size of the business. അതായത് കമ്പ്യൂട്ടർ മുഖേന അക്കൗണ്ടിങ് ഏത് ടൈപ്പ് ബിസിനസ് ആണെങ്കിലും, സൈസ് എങ്ങനെ ആയാലും, ലാർജ് ടൈപ്പ് ബിസിനസ് ആയാലും സ്മോൾ ടൈപ്പ് ബിസിനസ് ആയാലും നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് മുഖേന കണക്കുകൾ ചെയ്യുക എന്നുള്ളത് വളരെ ഫ്ലെക്സിബിൾ ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ട്രാൻസ്പെറൻസി ആൻഡ് കൺട്രോൾ. CAS provides greater transparency for day-to-day business operations. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം day-to-day ബിസിനസ് ഓപ്പറേഷൻസിന് ട്രാൻസ്പെറൻസി ആൻഡ് കൺട്രോൾ നൽകുന്നു എന്നാണ് പറയുന്നത്. ലാസ്റ്റ് വൺ, റിലയബിലിറ്റി, വിശ്വസിക്കാൻ സാധിക്കും. CAS മേക്സ് ഷുവർ ദാറ്റ് ദ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ഈസ് ആക്യുറേറ്റ് ആൻഡ് സെക്യൂർഡ്. CAS പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റാസ് ആക്യുറേറ്റും ആയിരിക്കും, നമുക്ക് സെക്യൂർഡും ആയിരിക്കും, വിശ്വസിക്കാൻ സാധിക്കുന്ന ഒന്നും തന്നെയായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കോമ്പണൻസ് ഓഫ് CAS. അത് ചിലപ്പോൾ 5 പില്ലേഴ്സ് ഓഫ് CAS ഒന്നും കൂടി ചോദിക്കാറുണ്ട്. അപ്പോൾ രണ്ടും ഹെഡിങ്ങും പഠിച്ചു വയ്ക്കണം. 5 കമ്പോണൻസ് ആണ് CASനുള്ളത്. പ്രൊസീജിയർ, ഡാറ്റ, പീപ്പിൾ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ. പഠിക്കുമ്പോൾ ആ മീനിങ് കൂടി പഠിക്കണം. പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ലോജിക്കൽ സീക്വൻസ് ഓഫ് ആക്ഷൻസ് ടു പെർഫോം എ ടാസ്ക്. ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കുന്ന റോ ഫാക്ട്സിനെ പറയുന്ന പേരാണ് ഡാറ്റ. പീപ്പിൾ എന്ന് പറയുന്നത് ആ യൂസർ. ഹാർഡ്വെയർ, കമ്പ്യൂട്ടർ അസോസിയേറ്റ് ചെയ്യുന്ന പെരിഫറൽസും അതിൻ്റെ നെറ്റ്വർക്കുകളും. സോഫ്റ്റ്വെയർ നമുക്ക് ആ പ്രോസസ്സ് ചെയ്യാൻ വേണ്ട സിസ്റ്റം സോഫ്റ്റ്വെയറിന് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയിരിക്കും സോഫ്റ്റ്വെയർ. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് കോഡ്സ് ആണ്. 3 കോഡ്സ് ആണ് പഠിക്കാനുള്ളത്. സീക്വൻഷ്യൽ കോഡ്സ്, ബ്ലോക്ക് കോഡ്സ്, ന്യൂമോണിക് കോഡ്സ്. കോഡുകൾ പഠിക്കുമ്പോൾ എക്സാമ്പിൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. കാരണം അത് 1 വേർഡിന് എടുത്ത് ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ തന്നിട്ട് അത് ഏത് കോഡാണെന്ന് ചോദിക്കാറുണ്ട്. ഈ ബ്ലോക്ക് കോഡ് എന്നൊക്കെ പറയുന്നത് ഒരു റേഞ്ച് ഓഫ് നമ്പേഴ്സ് സൂചിപ്പിക്കുന്നത്. അക്കൗണ്ട്സ് തിരിച്ചറിയാൻ നൽകുന്ന കോഡുകളാണ് ഈ കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ നോക്കിയാൽ 1 മുതൽ 500 ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. 500 നോട്ട് 1 മുതൽ 1000 വരെയുള്ളത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പം ഒരു 600 എന്ന് പറയുമ്പോൾ അത് ഏതിൽ പെടുന്നതാണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസസിലാണ്.
അതായത് ഒരു റേഞ്ച് സൂചിപ്പിക്കുന്നതാണ് ബ്ലോക്ക് കോഡ്സ് എന്ന് പറയുന്നത്. എന്നാൽ ന്യൂമോണിക് കോഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു അബ്രിവിയേഷൻസ്, ആൽഫാബറ്റ്സ് ഓർ അബ്രിവിയേഷൻസ് ഓർ സിമ്പൽ ഉപയോഗിക്കുന്ന അക്കൗണ്ട് തിരിച്ചറിയാൻ വേണ്ടി, ഒരു അക്കൗണ്ടിനെ കോഡിഫൈ ചെയ്യാൻ വേണ്ടി ആൽഫാബറ്റ്സോ അബ്രീവേഷൻസോ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ന്യൂമോണിക് കോഡ്സ് എന്ന് പറയാം. ഈ എക്സാമ്പിൾ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. TVM ട്രിവാൻഡ്രം, ഇത് ഏത് കോഡിൽ ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ന്യൂമോണിക് കോഡ്സിലാണ് ഉൾപ്പെടുന്നത്. ഷോർട്ട് ഫോം ഉപയോഗിച്ചിട്ട് അക്കൗണ്ട്സ് കോഡിഫൈ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ന്യൂമോണിക് കോഡ്സ്. നെക്സ്റ്റ്, സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് CAS. CASൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന്, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന സെക്യൂരിറ്റികൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. പാസ്വേഡ് സെക്യൂരിറ്റി ഉണ്ട്, പിന്നുള്ളത് ഡാറ്റ ഓഡിറ്റ് സെക്യൂരിറ്റി ഉണ്ട്, ഡാറ്റ വോൾട്ട് സെക്യൂരിറ്റി ഉണ്ട്. നെക്സ്റ്റ്, അത് കഴിഞ്ഞാൽ പഠിക്കേണ്ടത് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഓഫ് CAS. അഡ്വാൻറ്റേജസ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്നുള്ളതാണ് പിന്നെ വരുന്ന ക്വസ്റ്റ്യൻസ്. ലാസ്റ്റായിട്ട് ആ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റം AIS. അതിൻ്റെ സബ് സിസ്റ്റങ്ങൾ ഒരു 5 എണ്ണത്തിൻ്റെ പേര് പഠിച്ചു വെക്കേണ്ടതാണ്. അതും മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ കുറേ പഠിക്കാനെന്ന് നിങ്ങൾ കരുതി പഠിക്കാതിരിക്കരുത്. കാരണം ഫസ്റ്റ് ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻസും വരാറുണ്ട്. 1 വേർഡിനും ചോദിക്കാറുണ്ട്, എസ്സേക്കും ചോദിക്കാറുണ്ട്, 5 മാർക്കിൻ്റെ എസ്സേയിലും ചോദിക്കാറുണ്ട്, 2 മാർക്കിന്, 4 മാർക്ക്, ഇതിലെല്ലാത്തിലും ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഈ ഒന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾ വിട്ട് കളയരുത്, നന്നായി പഠിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്.